ഇറാനിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നടത്തിയ കണക്കുകളാണിത്. 2000 എന്ന് സർക്കാർ പറയുന്നു കൂട്ടക്കൊല. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ഒരു 12,000 ഏറ്റവും ചരിത്രത്തിൽ നടന്ന കൂട്ടക്കൊലകളിൽ ഒന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 കാര്യങ്ങളാണ് അവിടെ നടക്കാനുള്ള ഈ ഒരു സംഭവം രൂപപ്പെടാനുള്ള കാരണം. ഒന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷൻ വളരെയധികം കൂടി വരികയാണ്, വിലക്കയറ്റം വളരെയധികം കൂടി വരികയാണ്. 2 എന്ന് പറയുന്നത് അവിടുത്തെ ഫണ്ടമെൻ്റൽ പോളിസികളുമായിട്ട്, അതായത് അവിടുത്തെ യാഥാസ്ഥിതികപരമായിട്ടുള്ള നിയമങ്ങളുമായിട്ട് യോജിക്കപ്പെടാത്തതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം മരണത്തിൽ വരെ കലാശിച്ചിട്ടുണ്ട്. ആ നിയമം പാലിക്കാത്തതിൻ്റെ പേരിൽ അത് സർക്കാരിൻ്റെ മേൽ അവിടെ ഭരിക്കുന്നവരുടെ പേരിലുള്ള ഒരു ആരോപണമായി മാറിയിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് അവിടുത്തെ ഇറാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റി, ആ ന്യൂക്ലിയർ ഫെസിലിറ്റി അന്താരാഷ്ട്ര ലോകം ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ അസ്ഥിരപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ശക്തികളായിട്ടുള്ള ഇറാനെ ഒതുക്കണം എന്നാഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര ശക്തികൾക്ക് അവിടെ കയറാൻ കഴിയും. കാരണം ഇറാൻ എന്ന് പറയുന്നത് പലതരത്തിലും പല സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വ്യാവസായികമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അവിടുത്തെ ഒരു മെയിൻ സിറ്റി ഉണ്ട് അവിടെ കൺട്രോൾ ചെയ്യാൻ. അതേപോലെ തന്നെ ക്രിസ്മസ് കാലത്ത് തേരാൻ മാർക്കറ്റ് അടച്ചിട്ടു. അങ്ങനത്തെ ചില വാർത്തകളും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേർന്ന് നടന്നൊരു സംഭവമാണിത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇറാനെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനിൽ ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്നത് മുമ്പ് ഒരു വിപ്ലവം ഉണ്ടായതിനു ശേഷം മാറിയ ഒരു നേർനിര ഉയർന്നു വന്ന സ്ഥലമാണ് ഇറാൻ. അപ്പോൾ വീണ്ടും അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ ജനകീയപരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ ഈ കൂട്ടക്കൊലയെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാനോ അല്ലെങ്കിൽ അതിനെ അപലപിക്കാതിരിക്കാനോ അതിനെതിരെ പ്രതീകാത്മകമായിട്ടല്ല കടുത്ത പ്രതിഷേധമായിട്ട് തന്നെ നമ്മൾ രേഖപ്പെടുത്തണം. കാരണം മനുഷ്യജീവൻ എല്ലാവരുടെയും ഒരുപോലെയാണ്. ഇനിയിപ്പോൾ പാലസ്തീൻ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, നിരപരാധികളുടെ ജീവൻ, പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഏതൊരു പ്രതികരണത്തോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് ലോകത്തിൻ്റെ എവിടെയായാലും, ആഫ്രിക്കയിലായാലും അല്ല ഇനിയിപ്പോൾ ബംഗ്ലാദേശിലായാലും ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, എവിടെയായാലും എല്ലാത്തിനെയും അവലംബിക്കണം. ഇങ്ങനെയല്ല നമ്മൾ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടത്. ഇതൊരു ഫാസിസ്റ്റ് രീതിയായി മാറും. ഇത് അസ്ഥിരപ്പെടുന്നത് അവിടെ ഒരു നല്ലൊരു സൈനല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നടപടികൾ എങ്ങനെയാണ് അന്താരാഷ്ട്ര ലോകം അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ അവിടെ നിന്നുള്ള ആളുകൾ ഒഴിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് നമുക്ക് എന്താണ് അന്താരാഷ്ട്ര സമ്മർദ്ദം, കാരണം മനുഷ്യജീവനങ്ങൾ പോകുന്നത് എവിടെയായാലും നല്ലതിനല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.